ഉറക്കം വരുന്നില്ല. തലേ രാത്രി ഇങ്ങനെ കിടന്നിട്ട് ചിന്തിക്കുകയാണ്, അല്ലാഹുവേ ആരാണ് ആ ധീരനല്ല? അബൂബക്കറാണോ? അല്ലല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു ആണോ? അല്ലല്ലോ. പിന്നെ ആരാണ് പടച്ചവന്? എന്നെക്കാൾ വയസ്സിന്റെ ഏറ്റവും വലിയ ശക്തിയുള്ള യുക്തിയുള്ള മനുഷ്യനാരാണ്? അലി റളിയല്ലാഹു അൻഹുവിന് ഉറക്കം വരുന്നില്ല. അലി റളിയല്ലാഹു അൻഹുവിന്റെ ചെറിയ പ്രായത്തിൽ പഠിച്ചു പോലെ എല്ലാ അഭ്യാസങ്ങളും രാത്രികാലത്ത് ശീലിക്കുകയാണ്. ഉറങ്ങിയിട്ടില്ല, രാത്രിയിൽ ഉറങ്ങിയിട്ടില്ല. അലി റളിയല്ലാഹു തആല ഇന്ന് വരെ പഠിച്ച എല്ലാ അഭ്യാസവിദ്യകളും തലേ രാത്രി ശീലിക്കുകയാണ്. പിന്നതാ അലി റളിയല്ലാഹു അൻഹു ഒരുങ്ങുന്ന കണ്ട് സഹാബികൾ ചോദിക്കുന്നു, എവിടെ പോകാനാണ്? അലി റളിയല്ലാഹു അൻഹു ആരോടും ഒന്നും പറഞ്ഞില്ല. അല്ലാഹുവിന്റെ റസൂൽ ആരോടും പറയുമെന്ന് പറഞ്ഞതല്ലേ? അസ്ർ നമസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ മുത്തുനബി തങ്ങളുടെ മുന്നിൽ ഞാൻ ധീരനാണെന്ന് തെളിയിക്കാം. ആ കടന്നു വരുന്ന മനുഷ്യൻ ആരാണെങ്കിലും അവനെ പരാജയപ്പെടുത്താനുള്ള കഴിവെനിക്ക് തരണമേ അല്ലാഹ് എന്ന് പറഞ്ഞ ധൈര്യം സംഭരിച്ചുകൊണ്ട് ശക്തനായ വില്ലുവേശുവായ 70 ആൾ പിടിച്ച് തരണാപ്പഹൈ പറഞ്ഞ കവാടത്ത് ഇതിൽ തുമ്പുകൊണ്ട് കറക്കിയിരുന്ന അലി ഹൈദറുൽ ഖറാർ റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ സ്ഥലത്ത് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ചെന്നു നിൽക്കുമ്പോ അതോ കുതിരപ്പുറത്തൊരാള് കടന്നു വരികയാണ്. മുഖം മൂടി ധരിച്ചിരിക്കുകയാണ്, കറുത്ത കോട്ട് ധരിച്ചിരിക്കുകയാണ്. ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല, ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അലി റളിയല്ലാഹു തആല ധൈര്യം സംഭരിച്ചുകൊണ്ട് ദുൽഫുഖാർ വാൾ വലിച്ചോരിയെടുക്കുകയാണ്. ആളാരെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ഭൂമിയിൽ ആ വേഗതയേറി വന്ന കുതിരപ്പുറത്ത് നിന്ന ചെറുപ്പക്കാരൻ ചാടിയിറങ്ങുകയാണ്. ചാടിയിറങ്ങിയിട്ട് അലി റളിയല്ലാഹു അൻഹുവിനോട് യുദ്ധം ചെയ്യുകയാണ്. മുഖം തുറന്നിടാൻ അലിയാർ ഞങ്ങൾ പലപ്പോഴും പറഞ്ഞില്ല, ഞാൻ മുഖം തുറക്കില്ല, നിന്നെ വെട്ടി അറിയുന്നത് വരെ ഞാൻ മുഖം തുറക്കില്ല എന്ന് പറഞ്ഞ മരുഭൂമിയിലിട്ട് ഏറ്റവും വലിയ ഇസ്ലാമിക ചരിത്രത്തിൽ ഇതുപോലെ ഒരു പോരാട്ടം നടന്നിട്ടില്ല. അലി റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നു, അല്ലാഹ് ഇതാരാ? പദവി പഠിച്ച അടവുകൾ പയറ്റിയിട്ട് അലിയാർ ഞങ്ങൾക്ക് പരാജയമാണ്. ഉഹദിലും ഖന്തക്കിലും ഖൈബറിലും ഒക്കെ പോരാട്ടം നടത്തിയ അലി റളിയല്ലാഹു അൻഹുവിന്റെ ധൈര്യവും സ്ഥൈര്യവും ഉണ്ടല്ലോ, അതൊക്കെ സംഭരിച്ചുകൊണ്ട് വാള് പയറ്റി നോക്കുമ്പോ അലി റളിയല്ലാഹു തആല അൻഹുവിനെ ഓരോ ഘട്ടത്തിലും പരാജയപ്പെടുത്തുകയാണ്. അവസാനമാ മരുഭൂമിയുടെ മധ്യത്ത് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനെ കിടത്തിയിട്ട് ആ വന്ന ചെറുപ്പക്കാരന്റെ വാളതാ അലി റളിയല്ലാഹു അൻഹു നിനക്കെന്നെ കൊല്ലോ, നിനക്കെന്നെ കൊല്ലാം, നിനക്കെന്നെ കൊല്ലാം, നിനക്കെന്നെ കൊല്ലാം. പക്ഷേ മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുകയാ, കൊല്ലുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്, കൊല്ലുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിന്റെ മുഖം മൂടി ഒന്ന് മാറ്റണേ, മുഖം മൂടി ഒന്ന് മാറ്റണേ, നിന്റെ മുഖം മൂടി ഒന്ന് മാറ്റണേ, ആരാണെന്ന് ഞാനെന്നറിയട്ടെ. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ ആ ചെറുപ്പക്കാരൻ തന്റെ ഇടത്തെ കൈകൊണ്ട് മുഖം മൂടിയുടെ തുണി അങ്ങോട്ടെടുത്ത് മാറ്റുമ്പോ അലി റളിയല്ലാഹു അൻഹു പൊട്ടി പൊട്ടി കരഞ്ഞു പോവുകയാണ്. അതാരാണ് ചെറുപ്പക്കാരോ? ലോകത്തിന്റെ പ്രകാശമേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ലോകത്താർക്കും പരാജയപ്പെടുത്താൻ കഴിയാത്ത നൂറാനിയത്തെ നബി മുഹമ്മദ് മുസ്തഫ. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങായിരുന്നോ നബിയെ? ഞാൻ അങ്ങയോടാണോ യുദ്ധം ചെയ്തത് നബിയെ? ഞാൻ വാളോങ്ങിയത് അങ്ങയുടെ ശരീരത്തിന് നേരെയാണോ? ഞാൻ കാലുയർത്തിയത് അങ്ങയുടെ ശരീരത്തിന് നേരെയാണോ? ഞാൻ കയ്യുയർത്തിയത് അങ്ങയുടെ ശരീരത്തിന് നേരെയാണോ? യാ റസൂലല്ലാഹ്, എനിക്ക് പൊരുത്തപ്പെട്ടു തരണം നബിയെ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന അലിയേ, ലോകത്ത് നീയാണ് ഏറ്റവും വലിയവനെന്ന ചിന്ത നിന്റെ കൽവിന്റെ അകത്ത് വരാതിരിക്കാനാണ് ഊരിപ്പിടിച്ച വാളം ഉയർത്തിപ്പിടുത്ത് സഹാബികളാരും അറിയാറ് ഈ മുഖം മൂടി ധരിച്ച് ഞാൻ കടന്നു വന്നതെന്ന് മുത്തേ നബി മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് വരുവലിയെന്ന് പറഞ്ഞ് രണ്ട് കയ്യങ്ങോട്ട് നീട്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ അലി റളിയല്ലാഹു അൻഹുവിന് മുത്തം കൊടുക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, അലിയും യഅ്സൂബുൽ മുഅ്മിനീൻ, എന്റെ അലി മുഅ്മിനീങ്ങളുടെ നേതാവാണ്, എന്റെ അലി മുഅ്മിനീങ്ങളുടെ നേതാവാണ്, എന്റെ അലി മുഅ്മിനീങ്ങളുടെ നേതാവാണ്. അല്ലാഹുവേ, ആ മുഅ്മിനീങ്ങളുടെ നേതാവായിട്ട് ബഹുമാനപ്പെട്ട അലി ഹൈദറുൽ ഖറാർ റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷം ഖലീഫയായി സ്ഥാനമേൽക്കുകയാണ്. അവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്.
ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തിയതാണ്. അലി റളിയല്ലാഹു അൻഹു ഖലീഫയായി സ്ഥാനമേൽക്കുമ്പോ ആഭ്യന്തര കലഹം പൊട്ടിപ്പുറപ്പെടുകയാണ്. അത് പറയാൻ ഒരു ദിവസവും 1000 ദിവസവും തികയൂല. മുസ്ലിങ്ങളിലുള്ള ഒരു വിഭാഗം തന്നെ അലി റളിയല്ലാഹു അൻഹുവിന് എതിരാകുകയാണ്. അവസാനം മഹാനായ അലി റളിയല്ലാഹു തആല അൻഹുവിനോട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാൻ അലിയെ നിങ്ങളെ കൊണ്ട് പറ്റില്ലെങ്കിൽ ഞങ്ങളുണ്ടെന്ന് പറഞ്ഞ് ഒരു വിഭാഗം രംഗത്ത് വരികയാണ്. ആദ്യമായിട്ട് ഒരു പുത്തൻ പ്രസ്ഥാനം അലിയാർ തങ്ങളുടെ ഭരണത്തിന്റെ കീഴിൽ അവർ നടക്കുമ്പോൾ ഉണ്ടാവുകയാണ്. അവര് ഖവാരിജീങ്ങളാണ്. അവരെല്ലാവരും സഹാബികൾക്കെതിരായിരുന്നു. അവരെല്ലാവരും അലിയാരികൾക്കെതിരായിരുന്നു. ഖവാരിജീങ്ങൾ പറയുകയാണ് അലി റളിയല്ലാഹു അൻഹുവിനെ എങ്ങനെയും കൊല്ലുക. പക്ഷെ അവര് പറഞ്ഞു അലി റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ പറ്റൂല. കാരണമെന്ത്? ഖലീഫയായി സ്ഥാനമേറ്റിട്ട് ഒരു രാജാവിന്റെ വസ്ത്രം ധരിച്ചിട്ടില്ല മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു. നമുക്ക് നേതൃത്വം തരുന്ന നമ്മുടെ ഭരണത്തിലാ കേന്ദ്രത്തിലിരിക്കുന്ന അധികാരികളോ ഒരു യാത്ര പോകുമ്പോ 10,000-കണക്കിന് വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ മാറ്റി ഉപയോഗിക്കുമ്പോ ഈ സമുദായത്തിന്റെ പാവപ്പെട്ടവര് പട്ടിണി കിടക്കുമ്പോ സാധുക്കൾ പെൻഷന് വേണ്ടി കാത്തിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവര് അവരെയൊക്കെ വിറ്റ് കുമ്പ വീർപ്പിക്കാൻ മനസ്സ് വെച്ച് ഈ രാജ്യത്തെ ചവിട്ടിയിട്ടതിന്റെ മുമ്പിലൂടെ രാക്ഷസനെ പോലെ അട്ടരസിക്കുന്ന അധികാരി വർഗത്തിന്റെ മുന്നിലോ അഭിമാനത്തോടെ ഞാൻ എന്റെ അലിയാർ ഞങ്ങളുടെ കഥ പറയട്ടെ. അലി റളിയല്ലാഹു അൻഹു കൂപ്പയുടെ പെരുവോരങ്ങളില് അല്ലാഹുവേ അതേ വേഷപ്രസന്നനായി നടന്നു പോയിട്ടുണ്ട്. ഒരു യാചകനെ പോലെ, ഒരു ഫക്കീറിനെ പോലെ, ഒരു മിസ്കീനെ പോലെ വസ്ത്രം ധരിച്ചുകൊണ്ട് കടകമ്പോളത്തിനകത്ത് എവിടെയാണ് അക്രമം നടക്കുക, എവിടെയാണ് അളവിലും തൂക്കത്തിലും കുറവ് വരിക, ഏത് ടീമാണ് പട്ടിണി കിടക്കുക, ഏത് വിധവയ്ക്കാണ് സഹാരം എത്താതിരിക്കുക, ഏത് വീടിനാണ് മഴ പെയ്യുമ്പോൾ നനയുക, ആരാണ് പട്ടിണി കിടക്കുന്നത്, ആരാണ് കച്ചവടത്തിലൂടെ അക്രമം പ്രവർത്തിക്കുന്നത്, അതറിയാൻ വേണ്ടി ഇറങ്ങിപ്പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അധികാരി വർഗത്തിലുള്ളവരും അല്പമൊന്ന് ചിന്തിക്കുക. ബീഫ് കഴിച്ചതിന്റെ പേരിൽ തിരസറ്റക ബന്ധങ്ങള് ലോകത്തിന്റെ നാനാഭാഗത്ത് തട്ടിയുരുട്ടപ്പെടാൻ പോകുമ്പോ പാവപ്പെട്ടവര് സാധുക്കള് ഒരു ആനുകൂല്യങ്ങളുമില്ലാതെ വലിച്ചെറിയാൻ പോകുമ്പോ ഇന്നലെ പറഞ്ഞതുപോലെ ലൈംഗിക തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുക്കുന്ന കാലഘട്ടം വരുമ്പോ അർഹതപ്പെട്ട പാവപ്പെട്ടവന് കറണ്ട് ബില്ലടക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാതെ പൊട്ടിക്കറിയുന്ന ഒരു നാടായി നമ്മുടെ നാട് മാറാൻ പോകുന്നു. മോശമായ വസ്ത്രം ധരിച്ചുകൊണ്ട് കമ്പോളത്തിന്റെ തലിയാരിതങ്ങൾ കടന്നു വന്നിട്ട് ചോദിക്കുമായിരുന്നു ആരാണ് അക്രമം നടത്തുക, അളവിലും തൂക്കത്തിലും ആരെങ്കിലും നെറുകേട് കാണിച്ചോ അവനെ പിടിച്ചുകൊണ്ട് അധികാരത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് ഖലീഫയായിട്ട് വിധി നടപ്പാക്കിയിരുന്ന സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു യതീമ കരഞ്ഞാ സഹിക്കൂല, ഒരു വിധവ കരഞ്ഞാ സഹിക്കൂല, ഒരു പാവപ്പെട്ടവൻ ഒരു സങ്കടത്തോടെ വന്നാ സഹിക്കൂല. അതൊക്കെ എവിടെ നിന്ന് പഠിച്ചതാ? ബദിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻദലഹും ഫല്ലൂ മിൻ ഹൗലിക. നബിയേ അങ്ങയുടെ കാരുണ്യം കണ്ടിട്ടാണ് ലോകം മുഴുവനും അങ്ങയോടൊപ്പം വന്നതെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ അലി റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ വേണ്ടി ഇബ്നു മുൽജിമിന് 3000 ദിർഹം കൊടുക്കുകയാണ്. മക്കയിലെ സുന്ദരിയായ ഒരു പെണ്ണിനെയും കൊടുക്കുകയാ. ഒരു പെണ്ണിനെയും 3000 രൂപയും കൊടുത്തിട്ട് അലി റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ തീരുമാനിക്കും.